വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമായതോടെ സംസ്ഥാനത്ത് അരമണിക്കൂർ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തി KSEB. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെ വൈദ്യുതി നിയന്ത്രണം. ഇന്ന് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പീക്ക് ടൈമിൽ വാഹന ചാർജിംഗ് ഉൾപ്പെടെ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. വൈദ്യുതി ആവശ്യകതയിലുണ്ടായ അപ്രതീക്ഷിതമായ വർധനവ് പ്രതിസന്ധി മറികടക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് KSEB ഔദ്യോഗികമായി തന്നെ വൈദ്യുതി നിയന്ത്രണത്തിലേക്ക് എത്തിയത്. ഇന്ന് ചേർന്ന KSEB കോർ കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 12 മണി വരെയുള്ള സമയത്തിനുള്ളിൽ വിവിധ പ്രദേശങ്ങളിൽ മാറി മാറി അരമണിക്കൂർ വീതമാകും നിയന്ത്രണം ഏർപ്പെടുത്തുക. നിലവിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കുന്നതിനായി കേന്ദ്ര വിഹിതത്തിൽ നിന്ന് 200 മെഗാവാട്ട് വൈദ്യുതി ഇന്നു മുതൽ ലഭ്യമായി തുടങ്ങും. ഇത് സംസ്ഥാനത്തെ നിലവിലെ പ്രതിസന്ധിക്ക് നേരിയ ആശ്വാസം നൽകുമെന്നാണ് കരുതുന്നത്. എങ്കിലും ആവശ്യകതയും വിതരണവും തമ്മിലുള്ള വലിയ വ്യത്യാസം നിലനിൽക്കുന്നതിനാലാണ് നിയന്ത്രണം അനിവാര്യമായി വന്നതെന്ന് KSEB പറയുന്നു. അതേസമയം വൈകുന്നേരത്തെ തിരക്കേറിയ സമയങ്ങളിൽ അനാവശ്യമായി വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെ ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും KSEB അഭ്യർത്ഥിക്കുന്നു. വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മുതൽ രാത്രി 12 വരെ പൂർണ്ണമായും ഒഴിവാക്കി പകൽ സമയത്തേക്ക് ക്രമീകരിക്കണം. AC-യുടെ ഉപയോഗം അത്യാവശ്യമുള്ള മുറികളിൽ മാത്രമായി ചുരുക്കണമെന്നും താപനില 24-26 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇൻഡക്ഷൻ കുക്കറിന്റെ ഉപയോഗം പീക്ക് ടൈമിൽ ഒഴിവാക്കണം. ഒപ്പം വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഹീറ്റർ, അയൺ, വാഷിംഗ് മെഷീൻ, പമ്പ് സെറ്റ് തുടങ്ങിയവയുടെ ഉപയോഗവും പീക്ക് ടൈമിൽ ഒഴിവാക്കണമെന്നാണ് നിർദ്ദേശം. നിലവിലെ നിയന്ത്രണത്തിലൂടെ പ്രതിസന്ധിക്ക് ഏറെക്കുറെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് KSEB-യുടെ വിലയിരുത്തൽ. റിപ്പോർട്ടർ, തിരുവനന്തപുരം.